ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കുറച്ച് സിലോപ്പിയ വാങ്ങിച്ചായിരുന്നു. ഇവിടെ എല്ലാവരും സിലോപ്പിയ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്തോ പേര് പറയുന്നതെന്നൊന്ന് പറയണേ. സിലോപ്പിയ എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളിപ്പോൾ ആറ്റുമീനാണ് കൂടുതലും വാങ്ങിക്കുന്നത്, കടൽ മീൻ വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് അതെടുത്തുകൊണ്ട് ഞങ്ങൾ എന്തോ ചെയ്തോ, ഞങ്ങളുടെ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെയും തോടുണ്ട്, നല്ല വെള്ളം ഒഴുക്കുള്ള തോടുണ്ട്. അവിടെ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ അതിൻ്റെ ഇറമ്പിലായതുകൊണ്ട് അത് ആ മീൻ അവിടെ കൊണ്ടുപോയി ആ തോടിൻ്റെ സൈഡിൽ വെച്ച് വെട്ടുവാണ്, തൊലി ഉരിച്ചെടുക്കുകയാണ്. ഇവിടുത്തെ ഈ തോടിൻ്റെ വെള്ളം കണ്ടാൽ നല്ല ഭംഗിയാണ്. ഒരുപാട് ദൂരെ നിന്നൊക്കെയുള്ള ആൾക്കാർ വന്ന് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരും. ഭയങ്കരമായിട്ട് മഴ പെയ്താൽ ഭയങ്കര വെള്ളത്തിൻ്റെ ഒഴുക്കുള്ളതാണ്. അപ്പോൾ അവിടെ ഇരുന്ന് മീനൊക്കെ വെട്ടാൻ നല്ല രസം. അതുകൊണ്ട് അവിടെ പോയിരുന്ന് വെട്ടുന്നത്. വീടിൻ്റെ ഇറമ്പിൽ തന്നെയാണ്, ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് ഈ തോട്. ബാക്ക് സൈഡിൽ കൂടെ ഒരു തോടുണ്ട്. പിന്നെ അതെല്ലാം നല്ലപോലെ കുറച്ച് വെട്ടിത്തൊലിയെല്ലാം നല്ലപോലെ ഉരിച്ച്, ടേസ്റ്റൊന്നും അവിടെ കളഞ്ഞില്ല കേട്ടോ. ഇവിടെ കൊണ്ട് ഞങ്ങൾ കുഴി കുഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തായിട്ട്. മീൻ അരച്ച് വെട്ടാനുള്ള സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതെല്ലാം ആവശ്യത്തിനെടുത്ത് അത്രയാണ് മീനുള്ളത്. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കുക. ഉപ്പിട്ട് ഞാൻ നേരത്തെ കഴുകി വെച്ച മീനാണേ. വേസ്റ്റെല്ലാം കളഞ്ഞ് പിന്നെ അത് എല്ലാം നല്ലപോലെ അരച്ച് പിടിപ്പിച്ച് വെച്ചു. ഒരു അരമണിക്കൂറിൽ കൂടുതൽ വെച്ചു, കുറച്ച് നേരം അത് പിടിക്കാൻ വേണ്ടി. പിന്നെ അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ മീനെ കുറച്ച് പൊള്ളിച്ചെടുത്തിട്ട് വേണമല്ലോ പിന്നെ ഇലയിൽ കഴിക്കാൻ. അതിന് വേണ്ടി കുറച്ച് പൊള്ളിക്കാൻ വേണ്ടി വെച്ചു, അടുപ്പത്ത് വെച്ച് അത് ചെറിയ തീയിലിട്ട് അത് പൊള്ളിച്ചെടുത്ത് മാറ്റി വെച്ചു. അതിന് ശേഷം 2 സവാള, കുറച്ച് കൊച്ചുള്ളി, ഒരു 2 പച്ചമുളക്, ഒരു തക്കാളി എടുത്തത് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ആദ്യം ഇട്ടു, പിന്നെ ചെറുള്ളി ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ട് അത് കുറച്ച് വഴന്ന് വരുമ്പോൾ അത് കുറച്ച് നേരം വഴറ്റി നല്ലപോലെ ഒരു കളർ വരുമ്പോൾ ഇച്ചിരി ഉപ്പുപൊടി കൂടി ഇട്ടായിരുന്നേ. ഇട്ടിട്ട് അത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിന്നെ തക്കാളി കൂടെ ചേർക്കുക. അത് നല്ലപോലെ ഒന്ന് വഴറ്റി കുറച്ച് നേരം വഴന്ന് വരുമ്പോൾ കുറച്ച് കരിയാപ്പില ചേർക്കുക. അതിന് ശേഷം അതിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി ഉപ്പുപൊടി എല്ലാം കൂടെ ചേർത്ത് മസാലയ്ക്ക് ആവശ്യമുള്ള ശകലം പുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ച്, പുളി ഒഴിക്കുമോ വിനാഗിരി ഒഴിക്കുമോ നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. അത് എന്തേലും ഒന്ന് ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് ആ ഗ്രേവി ഒന്ന് പച്ചമരം മാറുമ്പോൾ ഇല വാട്ടിയിട്ട് അതിലേക്ക് ഒരു കരിയാപ്പില വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു മീനെടുത്ത് നമ്മൾ പൊള്ളിച്ച് വെച്ചിരിക്കുന്ന ആ മീനെടുത്ത് അത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ മസാല നല്ലപോലെ പുരട്ടി വെച്ചതിന് ശേഷം തക്കാളിയും വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ 2 തക്കാളി കഷ്ണം വെച്ച് കരിയാപ്പിലയും വെച്ചിട്ട് അത് മടക്കി നല്ലപോലെ കെട്ടി പൊള്ളിച്ചെടുക്കുക. അത് ആ ചെറിയ തീയിൽ നമ്മൾ പാനടുപ്പത്ത് വെച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ തീ വേണം അത് പൊള്ളിച്ചെടുക്കാൻ. ഇല നല്ലപോലെ വഴന്ന് വരുമ്പോൾ നമുക്കറിയാം, ഒരു മണമോ തുറക്കുമ്പോൾ നല്ലൊരു മണവും എല്ലാം വരും. അങ്ങനെ ആകുമ്പോൾ അറിയാം പൊള്ളി കഴിയുമ്പോൾ. അങ്ങനെ നല്ലപോലെ പൊള്ളിച്ചിട്ട് ചൂടോടെ എടുത്തിട്ട് ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ എങ്ങനെ വേണേലും കഴിക്കാം, വെറുതെ വേണേലും കഴിക്കാം. നമുക്ക് ഏത് വിധമാണ് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് എളുപ്പം ചെയ്യാവുന്ന പണികളാണ്, നല്ല ടേസ്റ്റുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.